ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അയ്യോ കുടുങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡെയിലി വ്ളോഗാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു കുട്ടി വീഡിയോ ആയിട്ട് എടുക്കാമെന്നൊക്കെ ഓർത്തു. അപ്പോൾ എനിക്കൊന്നും തീരെ പറ്റാത്തൊരു ഡേ ഇൻ മൈ ഡേ ആണ് കേട്ടോ. എന്തോ ഒരു ഭയങ്കരമായിട്ട് ഉള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. എന്നാലും ഞാൻ ഇന്നലെ ഈ വീഡിയോ പ്ലാൻ ചെയ്താണ് എടുക്കണം, എന്താണെങ്കിലും ഇന്ന് വീഡിയോ എടുക്കണം, ഇന്ന് വീഡിയോ ഇടണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ കുറച്ചൊന്ന് കുഴപ്പമില്ലാതെ ഓക്കെ ആയപ്പോഴത്തേക്കും ഞാനെന്നാ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുട്ടി വിശേഷങ്ങളൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെയും ചെറിയ ചെറിയ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൽ വലിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നോർത്തിട്ട് അവനൊന്നും കഴിച്ചിട്ടില്ല രാവിലെ. അപ്പോൾ ഞാൻ അവനിങ്ങനെ മാഷാന്തി ബിയറൊക്കെ വെച്ച് കൊടുത്തു. അവൻ പോയി അത് എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ്, ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ചിപ്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞൊരു 11:30 ഒക്കെ ആയപ്പോൾ ജോഹാന കുറച്ച് കഞ്ഞി പയർ അതൊന്നും കഴിക്കാതിരുന്നപ്പോൾ ഞാൻ അത് കുറച്ച് കൊടുത്തു. അപ്പോൾ അത് കുറച്ച് കഴിച്ചു. 3-4 രൂപ കഴിച്ചു. എന്നാലും കുറച്ച് മടിയാണ് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാണ്. ആദ്യം ഇത്ര വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ എനിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ നല്ല വയറിന് നിറച്ച് ഹെൽത്തിയായിട്ടുള്ള ഫുഡും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി. ഇത് കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് പഠിക്കുന്ന വീഡിയോ അപ്ലോഡ് ആകുന്നത്. എനിക്ക് കുറച്ച് നല്ലവണ്ണം ബിസിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് കുറച്ച് അധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ആകുന്നത്. എന്നാലും ഇത് നമ്മുടെ ഒരു 6 ഡേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അപ്പോൾ നമ്മൾ ഫുഡ് ജോഹാന കൊടുത്തിട്ട് അവനെ ഉറക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടാണ് ഉറങ്ങാണ്. മുകളിലേക്ക് കയറി വന്നു. തുണി വിരിച്ചിടാനുണ്ടായിരുന്നു, ഒന്ന് വിരിച്ചിട്ടു. ഇപ്പോൾ ജലദോഷം കൂടി ആയിട്ടുണ്ട്. ജലദോഷം ഇല്ലാത്തതായിരുന്നു, ജലദോഷം കൂടി ആയിട്ടുണ്ട്. അപ്പം എല്ലാം തൃപ്തിയായി, എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാകണം. ഒരാഴ്ച എന്തായാലും പിടിക്കും. എൻ്റെ മുഖമൊക്കെ നീര് വെച്ചതുപോലെ ആയി, വണ്ണം വെച്ചു. അപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നതാണ് കേട്ടോ. സോറി, മറ്റേ നമ്മുടെ തുണിയിലക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ജൊഹാൻ്റെ തുണി മാത്രം ഒന്ന് കുറച്ച് മുക്കിയിട്ടു, വെള്ളത്തിൽ മുക്കിയിട്ടു. എനിക്ക് വയ്യ, അലക്കാനൊന്നും എനിക്ക് ഉള്ള ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തത് അവിടെ അങ്ങനെ കിടക്കട്ടെ, വൈകുന്നേരം അലക്കാം എന്നോർത്ത്. ഇനിയിപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് ഓർക്കുന്നു. നല്ല ക്ഷീണമുണ്ട്, നല്ല കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങി തലയൊക്കെ വേദന എടുക്കുന്നുണ്ട്. അപ്പം ഒന്നും ചെയ്യാനുള്ളൊരു ശേഷിയില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചില്ല, സൊഹാന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് ബാക്കി വന്ന് ചെയ്യാം എന്ന് ഓർക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അവനിപ്പോൾ എന്തായാലും ഉറങ്ങണം. ആ സമയത്ത് ഞാൻ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാമെന്ന് ഓർക്കുകയാണ്. അപ്പം ശരി, ഉറങ്ങിയിട്ട് അപ്പോൾ ജോയിത ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് നേരം പോയി കിടന്നിട്ടോ. എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഒട്ടും വയ്യാത്ത ഒരു സിറ്റുവേഷനാണ്. ജലദോഷം കൂടിയായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വരിയായിട്ട് നമ്മളെ തേടി വരുമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പം തീരെ പറ്റുന്നില്ലാണ്ടായി. അപ്പോൾ എനിക്ക് നല്ല തണുക്കുന്നുണ്ട്, പനി വരാനാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല തണുപ്പ്. അതുകൊണ്ട് ഞാൻ പൊതിച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ പോവാണ് കുറച്ച് നേരം. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് കഴിക്കാമെന്ന് ഓർത്തു. ജോഹാൻ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് കിടന്നൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പം കുറച്ചൊന്ന് ഓക്കെ ആകും. അപ്പം അതൊക്കെയാണ്. ഇനി ഞാൻ ജോഹാൻ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉച്ചവരെയുള്ള സംഭവങ്ങൾ. ഇതൊക്കെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഒരു വയ്യാത്തൊരു ദിവസം. അപ്പോൾ ഇനി ഞാൻ ഉറങ്ങി എഴുന്നേൽക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ കുറേ നേരം കിടന്നുറങ്ങി. കഴിച്ചിട്ടും സമയം 6 മണി. ഞാനൊരു ആദ്യം കുറച്ച് നേരം വെറുതെ കിടന്നു. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പം എഴുന്നേറ്റ് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചോറുണ്ട്.
ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നു. അപ്പോൾ സുഹാനം ഒന്ന് എഴുന്നേറ്റ് അവനും എൻ്റെ കൂടെ കിടന്നു. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി. ഇപ്പോൾ സുഹാനം എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടിക്കുമ്പോഴത്തേക്കും ഉമ്മ വരും. 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വരും. നല്ലോണം ഇരട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം ഇനി ചായയൊക്കെ കുടിച്ചൊന്ന് ഉമ്മ വന്നിട്ട് വേണം സുഹാനെ ഒന്ന് ഉമ്മയിട്ട് തേപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കുളി പാസ്സാക്കാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ക്ഷീണമൊക്കെ ഏകദേശം കുറയും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സുഹാൻ വരുന്നുണ്ട്. ജോയ് ജോയ് പൊന്നാ പൊന്നാ പൊന്നു. ഹലോ ഗുമ്മനി ഒന്ന് പൊറ്റി. ഹലോ. ഓ അപ്പോൾ ഞാൻ ചായ വെക്കട്ടെ. ചായ വെച്ചിട്ട് നമുക്ക് ചായ കുടിക്കാൻ വിശക്കുന്നുണ്ട്. കുഞ്ഞിനെ വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ഓ എന്നെ വേണം. പഴംപോളി ഉണ്ട്. ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ പോയതാണ്. പക്ഷേ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഞ്ഞി കണ്ണൂർ മോഡൽ, കണ്ണൂരിൻ്റെ അവരുടെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചായയും തിളച്ച് നമുക്ക് പഴംപൊരിയും ചായയും കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് ചായ തിളയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം എന്നിട്ട് വെളിയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല കാറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കാൻ. കാരണം വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടുള്ളൂ. കാരണം ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ സുഹാന ഞാൻ കുളിച്ചിട്ട് എന്തായിരുന്നായ ഇവിടെ അങ്ങോട്ട് വന്നേ, ഇവിടെ വന്നേ. ജഗാൻകുട്ടിയും കുളിച്ച് ചുണ്ടറിനായി. ഇത് രാസനാദിപ്പൊടി ഇട്ടതാ കേട്ടോ, തലയിൽ വെള്ളം പോലെ. കുളിച്ചു ഗൈസ്. കുളിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ സമാധാനമായി. ഇനി ഒരു ചായ കുടിക്കണം. ഇന്ന് മര്യാദയ്ക്ക് ദിവസം കഴിച്ചിട്ടില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു സമാധാനം. പിന്നെ ഉമ്മ വന്നിട്ട് നല്ലൊരു ചായയൊക്കെ ഇട്ട് തന്നു. പിന്നെ വന്നാൽ പിന്നെ വെറുതെ കുറച്ച് കളിച്ചു വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്കായിരുന്നു ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി പിന്നെ പെട്ടെന്ന് രാത്രിയാണ് എല്ലാവരും വന്നിരുന്നു. പിന്നെ എനിക്ക് ഫോൺ വിളിച്ചു. കുറേ നേരം വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ വിളിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫോണൊക്കെ കട്ടാക്കി. ലാസ്റ്റ് കുറച്ച് നേരം ഒന്ന് കട്ടാക്കി. നേരം കുറേ വർത്തമാനം പറഞ്ഞിട്ട് കട്ടാക്കി. പിന്നെ ഇതാ നൈറ്റ് സൂട്ടൊക്കെ ഇട്ട് കൊടുത്തു. നല്ല തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് രാത്രി നല്ല തണുപ്പാണ്. അപ്പോൾ പിന്നെ നൈറ്റ് സൂട്ടൊക്കെ ഇട്ട് കൊടുത്തു. അവനെ ഉറക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഉറങ്ങാതെ ഉറങ്ങുള്ളൂ. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വാപ്പി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ വാപ്പി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിയിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചത്. അല്ലെങ്കിൽ ഇരുട്ടാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഉമ്മി വരെ ഉറക്കം കഴിഞ്ഞു. സുഹാനും ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു വയ്യായിയൊക്കെ. പിന്നെ എനിക്ക് വാപ്പി വന്നപ്പോൾ വാപ്പിക്ക് ചോറ് കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് ചായയൊക്കെ വെച്ച് ഞാൻ ഒരു കട്ടൻ ചായയും കുറച്ച് കേക്കൊക്കെ കഴിച്ചു. ഞാനൊന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. രാത്രി ചോറൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. എൻ്റെ ഒരു സിക്ക് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം നമ്മുടെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.